ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്കൊരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാം. പക്ഷെ അതിനല്പം പേഷ്യൻസ് ആവശ്യമാണ്. അല്പം ഇന്റർനെറ്റും മൊബൈലും അല്ലെങ്കിൽ ലാപ്ടോപ്പും ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ വളരെ എളുപ്പം നടക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. അങ്ങനെ അല്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ എല്ലാവരും തന്നെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു പക്ഷേ അതിന് എലിജിബിൾ ആയിരിക്കാം. വലിയ വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി. ഇവിടെ നമുക്ക് അറിയാം, പല വീടുകളിലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡീസ് വെറുതെ ഇരിക്കുകയാണ്. അവർക്ക് ഒരു പക്ഷെ ഒരു പണിയും കാണില്ല, ഒരു പക്ഷെ അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനുള്ള വൈമനസ്യം ഇല്ലെങ്കിൽ വൈമുഖ്യം കാണും, ഇല്ലെങ്കിൽ അവരുടെ സാഹചര്യം അനുവദിക്കുന്നില്ല. എന്നാൽ അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ലെവൽ ഇല്ലെങ്കിൽ അവരുടെ ഒരു വിവരം, ബുദ്ധി ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ സംഭവം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മറ്റൊരു വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ വെബ്സൈറ്റ്. പ്രോഫിറ്റ് പെർസ്യൂട്ട്സ് എന്നാണ് അതിന്റെ പേര്. അൺലീഷിംഗ് ദ സീക്രട്സ് ഓഫ് ഏർണിംഗ് മണി ഓൺലൈൻ. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പല ടൈപ്പുമുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള പോസ്റ്റ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള പോസ്റ്റ് കാണുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് പോസ്റ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ നമുക്ക് ബ്ലോഗിങ്ങിൽ എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇതിനകത്തുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരേ ഒരെണ്ണമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ബ്ലോഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ബ്ലോഗ് എന്താണെന്നുള്ളത്. ഇവിടെ ഫ്രീ ആയിട്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെലവാകുന്നത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഇന്റർനെറ്റ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ മൊബൈൽ ഫോണിലും ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ പോസ്റ്റിലേക്ക് പോകാം. ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു സെറ്റിംഗ് അപ്പ് എ ഫ്രീ ബ്ലോഗ് ഓൺ blogger.com ആൻഡ് മോണിറ്റൈസിംഗ് വിത്ത് ആഡ്സെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആഡ്സെൻസ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ തന്നെ ഒരു സംവിധാനമാണ്. ജെനുവിനാണ്, 100% ജെനുവിൻ. നിങ്ങൾ വർക്ക് ചെയ്താൽ, നിങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചിരിക്കും. ഇവിടെ എന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് കയറി കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മൊത്തം വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെയെങ്ങും നിൽക്കില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്ന് ഉള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ ബ്ലോഗിങ് എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, blogger.com എന്നാണ് അതിന്റെ പേര്. ക്രോമിൽ കയറി, അതായത് ക്രോം എന്ന് പറയുന്ന സെർച്ചിങ് എഞ്ചിനിൽ കയറി നമുക്ക് blogger.com എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഇതിനു മുമ്പ് പറഞ്ഞു. ഓക്കെ, ബ്ലോഗറിൽ കയറി നിങ്ങൾ ബ്ലോഗ് ഉണ്ടാക്കുന്നു. അതിനുശേഷം അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ടന്റ്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ഇടേണ്ടത്. കാരണം 3-4 പോസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് തീരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിലാണോ കൂടുതൽ അവഗാഹം അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കുക്കിംഗ് ആണോ, അത് ചെയ്യാം. നിങ്ങൾക്ക് PSC പരീക്ഷകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാം. നിങ്ങൾക്ക് GK നോളജ് ഷെയർ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാം. നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഇടാം. ഗൈഡ് പോലും, അതായത് ഏത് ക്വസ്റ്റ്യൻ ഏത് ആൻസർ അതുപോലും നിങ്ങൾക്കിടാം. നിങ്ങൾക്ക് എന്ത് മേഖലയിലാണോ താല്പര്യം ഇല്ലെങ്കിൽ എഴുതാൻ അറിയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ആഡ്സെൻസ്, ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ട്. ഗൂഗിളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണിത്. അതിലൂടെ നമുക്ക് വരുമാനവും ഉണ്ടാക്കാം. അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ആഡ് പ്ലേസ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഈ പ്ലേസ് ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ അതിന്റെ ഡയറക്ഷൻസ് നമുക്ക് തരും. പിന്നെ ബ്ലോഗ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയും. അതായത് നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, SEO വർക്ക്. സിമ്പിൾ ആണ്. അത് ബ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല.
അപ്പോൾ ഇതാണ് ആ പോസ്റ്റ്. അതിൽ നമുക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തന്നെ വേറൊരു പോസ്റ്റുകളുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. പോസ്റ്റിൽ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്, ഫ്രീ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ബ്ലോഗർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് wordpress.com എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ഫ്രീ ബ്ലോഗ് ഉണ്ടാക്കി ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ ടംബ്ലർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ഫ്രീ ബ്ലോഗ് ഉണ്ടാക്കി ഇതുപോലെ ചെയ്യാം. പിന്നെ പെയ്ഡ് ബ്ലോഗ്, അതായത് നിങ്ങൾക്ക് അല്പം പണം മുടക്കാനുണ്ടെങ്കിൽ പെയ്ഡ് ആയിട്ട് നമുക്കൊരു .com, അതായത് ഒരു ഡൊമൈൻ തന്നെ പർച്ചേസ് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ വേർഡ്പ്രസ് അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, സ്ക്വയർ സ്പേസ് അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, wix.com അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇവരൊക്കെ നമ്മൾ ചെറിയ തുക മുടക്കിയാൽ പോലും അതിനുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അവർ തരുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഫ്രീ ബ്ലോഗർ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബ്ലോഗിങ്ങിന്റെ ബാലപാഠങ്ങൾ പഠിക്കണമെങ്കിൽ ബ്ലോഗർ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെയും നിങ്ങൾക്ക് ഡൊമൈൻ എങ്ങനെ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഹോസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം തോന്നാം, ഇത് ഇംഗ്ലീഷിലാണല്ലോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ എഴുതാൻ നിങ്ങൾക്ക് അതിൽ അവഗാഹമുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ ലാംഗ്വേജുകൾ എല്ലാം തന്നെ ഗൂഗിള് ആഡ്സെൻസിന് വേണ്ടി പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജുകളാണ്. മലയാളം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാംഗ്വേജസ് ഗൂഗിൾ പബ്ലിഷർ പ്രൊഡക്റ്റ് സപ്പോർട്ട്, ഇതാണ് ഗൂഗിളിന്റെ തന്നെ സൈറ്റ് ആണ്. സപ്പോർട്ട് google.com ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, ഇവിടെ ഏതൊക്കെ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറബിക്ക് ഉണ്ട്, ബംഗാളി ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ്, പഞ്ചാബി, ഹിന്ദി, തെലുഗു, ഉറുദു, കന്നഡ, തമിഴ്, ഏതാണ്ടൊക്കെ എല്ലാ, ഗുജറാത്തി, എല്ലാ ലാംഗ്വേജുകളും ഇവിടെ ഉണ്ട്. ആ ലാംഗ്വേജുകളിലൊക്കെ നിങ്ങൾ ബ്ലോഗ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ്സെൻസ് അപ്രൂവൽ ലഭിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പോസ്റ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ഈ വീഡിയോയുടെ നേരെ താഴെയുള്ള ഒരു ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ കയറുക, അവിടെ ചെന്നിട്ട് ഇത് കൃത്യമായിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്റർ എ കമന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് കണ്ടോ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റർ എ കമന്റ് വരും. നിങ്ങൾക്ക് ഇവിടെ അത് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കുകയാണ്, വെരി ഗുഡ് ബ്ലോഗ് പോസ്റ്റ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നില്ല കമന്റ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരികയായിരുന്നു. ഇവിടെ പബ്ലിഷ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ബ്ലോഗിന്റെ പോസ്റ്റിന് താഴെ പബ്ലിഷ് ആകും. അവർ ഈ പോസ്റ്റ് എഴുതിയ ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിനുള്ള മറുപടി തരികയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. ജസ്റ്റ് ഒരു ബ്ലോഗർ സൈറ്റ് എടുത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ കുറിക്കുക. കുറെ അധികം പേർക്ക് അങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോയും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നു, ആ വീഡിയോയുടെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.